പോകുന്ന അതേ പേരാണ് ഞാവൽപ്പഴത്തിന്റെ നിറം. എന്റെ ചുണ്ടും നാക്കും വനച്ച് നിറമായിരിക്കുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു, ആരാ ഞാവൽപ്പഴം പറിച്ച് തന്നത്? എനിക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടേയുള്ളൂ. കിളികളെ പോലെയാണ് ഞാൻ. മിണ്ടാൻ അറിയില്ല. വായ തുറന്ന് ഒച്ച വെച്ചാൽ പാട്ടായി കരച്ചിൽ പാട്ട്. നടക്കാനും മറിഞ്ഞു കൂടാ. പിച്ച വെക്കുകയും മുട്ടുകുത്തി നടക്കുകയും ചെയ്യും. അത് അത്രമാത്രം. അപ്പോൾ ഞാവൽപ്പഴം വന്ന വഴി അച്ഛന് എങ്ങനെ പറഞ്ഞു കൊടുക്കും? രാവിലെ മുതൽ ഞാൻ മുറ്റത്താണ്. കുട്ടികൾ മണ്ണിൽ കളിച്ചു വളരണം എന്നാണ് അമ്മ പറയുക. മുറ്റത്ത് ഒരുപാട് സ്ഥലം, ഇഷ്ടംപോലെ കളിക്കാം. മുറ്റത്തുനിന്ന് തൊടിയിലേക്ക് ഇറങ്ങാൻ 2 പടികൾ ഉണ്ട്. ഒരു പടിയിൽ നിന്ന് അടുത്ത പടിക്ക് പുറം തിരിഞ്ഞ് മുട്ടുകുത്തി ഇറങ്ങി. അച്ഛൻ നോക്കി. അച്ഛൻ പുറകിൽ തന്നെ ഉണ്ട്. തൊടിയാകെ പച്ച നിറമാണ്. പുല്ലിൽ കൂട്ടിയാണ് ഇപ്പോൾ എന്റെ യാത്ര. മുട്ടുകുത്തി നീങ്ങുന്നതിനു പകരം എങ്ങനെയൊക്കെ തുടങ്ങി. അച്ഛനെ തൊടാതെ വഴിയിലെ ചെടികളിൽ പിടിച്ചാണ് ഞാൻ മുന്നോട്ടു പോയത്. മരങ്ങളിൽ നിന്ന് അണ്ണാന്മാർ, കിളികൾ തുടങ്ങിയവ എന്നെ നോക്കി കുഞ്ഞുണ്ടാവുന്നു. സാധാരണ
അച്ഛനെ എന്നെ എടുത്ത് ഞാവൽ മരത്തിന് എടുത്തു കൊണ്ടു പോകുമ്പോൾ അണ്ണാൻ ഞങ്ങളെ നോക്കി ചിലയ്ക്കുന്നതും കിളികൾ പാട്ട് പാടുന്നതും എത്രയോ തവണ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ആ വഴി വന്ന പൂച്ച എന്നെ കണ്ട് നിന്നു. കുറച്ചുനേരം കൂടെ വരികയും ചെയ്തു. ആ സമയത്ത് ഞാൻ വഴിയിലെ ചെറിയ വെള്ളച്ചാലിൽ വീണു. അച്ഛൻ എന്നെ എടുക്കുമോ എന്ന് പേടിച്ച് എഴുന്നേറ്റു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വേഗം ഞാൻ മുട്ടുകുത്തി നീങ്ങി. ഞാവൽ മരത്തിനടുത്ത് ചെന്നിട്ടാണ് നിന്നത്. മരത്തിനു താഴെ പുല്ലിൽ ഒരുപാട് ഞാവൽ പഴങ്ങൾ ചിതറിക്കിടന്നു. അപ്പോൾ കുരു എന്ത് ചെയ്തു? അച്ഛൻ ചോദിച്ചു. ഒരു ഞാവൽ പഴം വായിലിട്ട് നുണച്ച് കുരു മാത്രം തുപ്പിക്കളയുന്നത് എങ്ങനെയെന്ന് ഞാൻ അച്ഛന് കാണിച്ചു കൊടുത്തു. തിരിച്ചു പോരുമ്പോൾ അച്ഛൻ എന്നെ എടുത്തു. അതു തന്നെയാണ് ഞാൻ ആശിച്ചതും. എനിക്ക് അമ്മയെ കാണുകയും ഉറങ്ങുകയും വേണമായിരുന്നു.